എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിന് ഓട്ടിസം ബാധിച്ച ഒരു കുട്ടിയുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഇത് ബാധിച്ചിട്ടുള്ള ആളുകളേക്കാൾ ഒരു പക്ഷേ പ്രയാസം അവരെ നോക്കുന്ന ആളുകൾക്കായിരിക്കും. ആ സ്ത്രീ, എൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ, പ്രത്യേകിച്ച് എവിടെയും യാത്ര ചെയ്യാറില്ല. ഒരു കല്യാണത്തിനോ വിരുന്നിനോ പരിപാടിക്കോ പോകാറില്ല. കാരണം പൊതുവെ ഓട്ടിസം ബാധിച്ച കുട്ടികളൊക്കെയും ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവും. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആളുകളെ മാന്തുക, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, ചിലപ്പോൾ എല്ലാം തകർത്തെറിയുക. അതുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ആ പെൺകുട്ടി സഞ്ചരിക്കാറില്ല. നമ്മളൊക്കെ ചില യാത്രയിൽ വിളിക്കുന്ന സമയത്ത് മകനുണ്ടായതുകൊണ്ട് വരാൻ പ്രയാസമാണ് എന്ന് സുഹൃത്ത് പറയാറുണ്ട്. ആ സുഹൃത്ത് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യാറുണ്ടെങ്കിലും കുടുംബസമേതം സഞ്ചരിക്കുന്നത് വളരെ കുറവാണ്. നമുക്ക് ഒരു കുട്ടിയുണ്ടായാൽ, ഇങ്ങനത്തെ ഒരു മോനുണ്ടായാൽ അല്ലെങ്കിൽ ഒരു മോളുണ്ടായാൽ നമ്മുടെ ജീവിതം പിന്നെ അതിൽ തന്നെ തളച്ചിടുകയാണ്. നമുക്ക് യാതൊരു രീതിയിലുള്ള നിവൃത്തിയും ഇല്ലാതെ പോവുകയാണ്. പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തിയുള്ള കുട്ടികൾ. ശാരീരികപരമായ കഴിവ് കുറഞ്ഞ കുട്ടികളുണ്ട്, മാനസികമായി കഴിവ് കുറഞ്ഞ കുട്ടികളുണ്ട്. ശാരീരികമായി മാത്രം കഴിവ് കുറഞ്ഞ കുട്ടികളെ വേണമെങ്കിൽ നമുക്ക് ചുമന്നുകൊണ്ട് നടക്കാം. പക്ഷെ മാനസികപരമായി കഴിവില്ലാത്ത കുട്ടികളെ നമുക്ക് ചുമന്ന് നടക്കാനും പ്രയാസമാണ്. കാരണം അവർ കൂടുതൽ ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ കേൾക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഇത്തരം ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ കഥയാണ് എന്നൊക്കെയാണ് നമുക്ക് തോന്നുക. ഇതാർക്കാണ് എപ്പോഴാണ് വരിക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എൻ്റെ ഒരു പ്രിയങ്കരനായ സുഹൃത്തുണ്ട്. അദ്ദേഹത്തിനൊരു ഇൻ്റർനാഷണൽ സ്കൂൾ തന്നെയുണ്ട്. കേരളത്തിൽ അറിയപ്പെടുന്ന ആദ്യത്തെ 10 സ്കൂളുകൾ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്കൂളും ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ മകൻ UKG പഠിക്കുന്ന സമയത്ത്, അന്ന് അദ്ദേഹത്തിന് സ്കൂളില്ല, സ്കൂള് വിട്ട് വരികയാണ്. അപ്പുറത്ത് ഇറങ്ങി, അന്നത്തെ വാനിൽ ഇറങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് കടന്നതാണ്. അതിനിടയ്ക്കൊരു വണ്ടി വന്നിടിച്ചു. ഇത് സംഭവിച്ചിട്ട് ഏകദേശം 20 വർഷത്തിലേറെയായി. ഇന്ന് ആ കുട്ടിക്ക് വയസ്സ് 25 26 ആണ്. ഇന്നും ഒന്നും സംസാരിക്കാൻ കഴിയാതെ കാലുകൾ വേച്ച് ഇങ്ങനെ നോട്ടം ആകാശത്തേക്കാക്കി നടക്കുന്ന ഒരു കുട്ടിയാണ് ഇന്നും ആ കുട്ടി. അപ്പം നമ്മൾ വിചാരിക്കും ജന്മന കേടുപാടുള്ള കുട്ടികളുടെ കഥയാണ് ഈ പറയുന്നത് എന്നൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ മക്കളുണ്ട്. ആ മക്കളൊക്കെയും ദൈവം തമ്പുരാൻ അള്ളാഹു കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഫാനൊന്ന് അങ്ങോട്ട് മാത്രം തിരിച്ചാൽ കുഴപ്പമില്ല, അത് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഭയങ്കര ശബ്ദം വരും. അപ്പം നമ്മുടെയൊക്കെ മക്കൾ, എൻ്റെ ഒരു നാട്ടുകാരനുണ്ട്, അഡ്വക്കേറ്റ് മോഹനൻ. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. എന്ന് ട്രൂമ കെയറിൻ്റെ ഏത് പരിപാടി നടത്തുമ്പോഴും ഫ്രണ്ട് ചെയറിൽ അവനുണ്ടാവും. അവൻ്റെ കൂടെ പഠിച്ച ആളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി അവൻ വന്നിരിക്കാറുണ്ട്. ഇടയ്ക്ക് വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റിയതാണ്. അരക്ക് താഴെ മൊത്തത്തിൽ തളർന്നുപോയി. വീൽ ചെയറിലാണ് സഞ്ചാരം. ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ സ്കൂൾ പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അവനിങ്ങനെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ ഇതേപോലത്തെ പരിപാടിക്ക് വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ളവർ സംസാരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാനാണ് സംസാരിക്കുന്നതെങ്കിൽ കുറേ ഇരുന്ന് കരയും, കുറേ ടവൽ കൊണ്ട് ഇങ്ങനെ തുടക്കും. അവനപ്പം മനസ്സിലൊക്കെ ഓർക്കുന്നത്, ഇദ്ദേഹത്തെ പോലെ നടന്നിരുന്ന ഒരാളായിരുന്നല്ലോ ഞാനും, അവരെപ്പോലെ അതേ സ്കൂളിൽ അതേ ബെഞ്ചിലൊക്കെ ഇരുന്ന് പഠിച്ചവരായിരുന്നല്ലോ ഞാനും എന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയും അല്ലെങ്കിൽ ഒരു സ്ത്രീയും അല്ലെങ്കിൽ ഒരു പെങ്ങളും ഒരു ഉമ്മയും ഒരമ്മയും ചിന്തിക്കരുത് ഇതാരുടെയോ കഥ പറയുകയാണ് എന്ന്. ഇവിടെ ദയ എന്ന് പറയുന്ന ഇതിൻ്റെ വക്താക്കൾ, ഇതിൻ്റെ ഭാരവാഹികൾ നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് മറ്റാരുടെയൊക്കെയോ കഥ പറയാനാണ് എന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മുടെ തന്നെ കഥ പറയാനാണ്. ഈ ഇരിക്കുന്ന ഓരോ ആളുകളുടെയും കഥ പറയാനാണ്. ഈ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ്.
നമ്മളെക്കൊണ്ട് മറ്റുള്ളവർക്ക് മാത്രമല്ല, ആർക്കാണിത് കിട്ടുക എന്ന് നമുക്കറിയില്ല, ആർക്കാണിത് അത്യാവശ്യം വരിക എന്നും നമുക്കറിയില്ല. ആശുപത്രി ഇന്ന് വീട്ടിലേക്ക് അങ്ങോട്ട് സഞ്ചരിക്കുകയാണ്. അതാണ് ഈ പാലിയേറ്റീവ് സെൻ്റർ എന്നൊക്കെ പറഞ്ഞത്. നമ്മൾ സാധാരണ ആശുപത്രിയിലേക്ക് അങ്ങോട്ട് പോകാറാണ്. ആശുപത്രി അങ്ങോട്ട് സഞ്ചരിക്കും. നഴ്സുമാരും അതിൻ്റെ സന്നാഹങ്ങളും എക്യുപ്മെൻസുമൊക്കെ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നൊരു സമയമുണ്ടാകും. നമ്മളന്ന് ആരുമറിയാതെ ആർക്കും വേണ്ടാതെ, അള്ളാഹു കാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, ഒരു മൂലയിൽ കിടക്കുകയായിരിക്കും. വീട്ടിലെന്നാൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ കുറച്ച് സഹോദരിമാർ വന്നു. അവരുടെ കഥകളൊക്കെ പറയാൻ വേണ്ടി വന്നതാണ്. എനിക്കറിയാവുന്ന കുട്ടികളാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതിൽ പറഞ്ഞു, സാർ ഞങ്ങളുടെ വീട്ടിൽ നമുക്കൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, നമ്മളെല്ലാവരും പരസ്പര സ്നേഹത്തിലാണ്. പക്ഷെ ഞങ്ങളൊരു വീട്ടിൽ പോയി. ആ വീട്ടിൽ പോയപ്പോൾ അവിടുത്തെ മരുമകളും ഈ അമ്മോശനും പിന്നെ ഒരു അമ്മായിമ്മയും മാത്രമേ ഉള്ളൂ. മരുമകൻ ഗൾഫിലാണ്. അപ്പോൾ ഈ അമ്മോശനായ ആളിപ്പോൾ തീരെ സുഖമില്ലാതെ കിടപ്പിലാണ്. സുഖമില്ലാതെ കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആളുകൾ ആഴ്ചയിൽ ഒരിക്കൽ അവിടെ എത്തും. ഞങ്ങൾ വാഹനം കൊണ്ട് എത്തുമ്പോൾ അദ്ദേഹത്തിന് മോഷൻ കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ പേരക്ക ജ്യൂസ് കൊടുക്കും. അവരുടെ നിർദ്ദേശമായിരിക്കും ഡോക്ടേഴ്സിൻ്റെ. അപ്പോൾ ആ ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ അത് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് മരുമകൾ തടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, അതെന്തേ കൊടുത്താൽ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ അതിവിടെ എന്താക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ സാധിക്കും, പിന്നെ അത് കഴുകാൻ ഞാൻ തന്നെ മെനക്കെടണം, അതുകൊണ്ട് കൊടുക്കരുത് എന്ന്. വയ്യാതെ കിടക്കുന്ന പാവപ്പെട്ടൊരു മനുഷ്യനൊരു പേരക്ക ജ്യൂസ് കൊടുക്കാൻ പോലും മരുമക്കൾ സമ്മതിക്കാത്ത ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്ന മരുമക്കളെക്കുറിച്ചല്ല പറയുന്നത്. നിങ്ങളൊക്കെ വേദനാപൂർവം ഇതിൻ്റെ ഭാഗമാകാൻ വേണ്ടി എത്തിയവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈച്ച് ആൻഡ് എവ്രി നൂക്ക് ആൻഡ് കോർണറിൽ, ഈ ഇരിക്കുന്ന ഓരോ മുക്കും മൂലയിലും ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഈ ദയ അനിവാര്യമാണ്, ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ തകർച്ച മാനസികപരമായ തകർച്ചയാണ്. ശാരീരികമായി എത്ര തളർന്നാലും മനസ്സിന് ഉത്തേജനമുണ്ടെങ്കിൽ മനുഷ്യൻ എവിടെയെങ്കിലുമൊക്കെ എത്തും. ദ ബ്രെയിൻ ഓഫ് 20th സെഞ്ച്വറി ആൻഡ് 21st സെഞ്ച്വറി, പ്രത്യേകിച്ചും 21ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നിന്ന് പോയെങ്കിലും 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ, ഇനി അതേപോലെ ബുദ്ധി വരണമെങ്കിൽ അദ്ദേഹത്തെ പോലെ ഡിഫക്റ്റായ ഒരാൾ ഉണ്ടാകണമെന്നതാണ്. കയ്യും കാലുമെല്ലാം തളർന്ന് അതിൻ്റെ എല്ലാ കരുത്തും ബ്രെയിനിലേക്ക് വന്ന് അങ്ങനെ 700 കോടി ജനങ്ങളിൽ ഒന്നാമനായി തീരാൻ അധികം ആളുകൾക്ക് സാധിക്കില്ല. അങ്ങനെ സാധിച്ച ഒരു മനുഷ്യൻ്റെ പേരാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. നമുക്കൊക്കെ അറിയാം, സയൻറ്റിസ്റ്റുകളുടെ ആദ്യത്തെ 10 പേരിൽ ഏറ്റവും പ്രഭാവമുള്ള ആളാണ്. ഒരു പക്ഷേ സർ ഐസക് ന്യൂട്ടനേക്കാളും ഭാവിയിൽ ആളുകൾ വാഴ്ത്തപ്പെടുന്ന ആളാകാം. കാരണം അദ്ദേഹം കണ്ടതെല്ലാം ഖഗോളശാസ്ത്രത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആകാശലോകങ്ങളുടെ ചുരുളുകൾ അടിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം. ചെറുപ്പം മുതലേ ശാരീരികപരമായി ഒന്നിനും പറ്റാത്ത ആളാണ്. ഒരു പ്രത്യേക അസുഖം വന്നതാണ്. കുട്ടിക്കാലത്തൊക്കെ പറ്റുമായിരുന്നു. അങ്ങനെ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവനും തീർത്തത്. ആ തീർത്ത മനുഷ്യൻ്റെ പേരാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. പക്ഷേ മാനസികപരമായി അങ്ങേയറ്റം സജീവമായതുകൊണ്ട് 700 കോടി ജനങ്ങളിൽ ബുദ്ധി കൊണ്ട് ഒന്നാമനാകാൻ സാധിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാനസികപരമായ തലോടലും താങ്ങുമുണ്ടല്ലോ, അതൊരു മനുഷ്യൻ്റെ ശാരീരികപരമായ തളർച്ചയെല്ലാം ഇല്ലാതെയാക്കും. ഞങ്ങൾ പരപ്പനങ്ങാടിയിൽ KMCCയുടെ കുറച്ച് കുട്ടികൾ, ഞാനിവിടെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, പക്ഷേ നടത്തിയത് അവരായതുകൊണ്ട് പറയാം. അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ വരണം. ഞാൻ അവരോടൊരു നിർദ്ദേശം പറഞ്ഞു. അവർ തന്നെ ഇങ്ങോട്ട് വെച്ച നിർദ്ദേശം കൂടിയാണ്. ട്രൂമ കെയറിൽ കഴിയുന്ന, അഥവാ ആക്സിഡൻറ്റ് പറ്റിയിട്ട് തളർച്ചയിൽ കഴിയുന്ന ആളുകൾ ഒരുമിച്ച് കൂട്ടി അവർ ആ ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം ഇന്നേ വരെ പള്ളിയിൽ വന്നിട്ടുണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ അവരെ വീൽ ചെയറോടുകൂടി കൊണ്ടുവരണം. അതിനുശേഷം പള്ളി നിങ്ങൾ ഫുള്ള് കഴുകി വൃത്തിയാക്കുകയും ചെയ്യണം. അങ്ങനെ 15 വർഷത്തിന് ശേഷം 10 വർഷത്തിന് ശേഷമൊക്കെ പള്ളിക്കകത്തേക്ക് കയറിയ കുറേ സഹോദരങ്ങൾ പള്ളിയിലേക്ക് കയറിയിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്താണ്? 15 വർഷം മുമ്പേ അവർ വന്നിരുന്നു, പിന്നെ ആക്സിഡൻറ്റ് പറ്റി വീട്ടിൽ കിടപ്പിലാണ്, ആരുമില്ല അവരെ പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, ഞാൻ പ്രത്യേക ട്രാവൽസിനെ പറയല്ല, എന്നാലും അൽ ഹിന്ദിൻ്റെ ഷബീർ, അദ്ദേഹം ഒരു നിർദ്ദേശം കേട്ട് അവസാനം ഉംറയ്ക്ക് വേണ്ടി കൊണ്ടുപോയി. ഞാൻ പറയുന്നത് എത്ര വലിയ കാര്യമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു ഫ്ലൈറ്റിൽ 1-2 വികലാംഗരെ കയറ്റൂ,
മാക്സിമം പോയാൽ ചിലപ്പോൾ 4-5 ഒക്കെ ഉണ്ടാവും നമ്മൾ ഏത് ഫ്ലൈറ്റ് യാത്ര നടത്തിയാലും, കാരണം അത്രേ അവർക്ക് നോക്കാൻ കഴിയൂ. അതുകൊണ്ട് ഹാൻഡിക്യാപ്ഡായ അല്ലെങ്കിൽ ഡിഫറൻ്റ്ലി ഏബിളായ ആളുകൾക്കുള്ള പ്രത്യേക സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 1-2 സീറ്റുകളെ ഉണ്ടാവും. പക്ഷേ എങ്ങനെയൊക്കെയോ അറേഞ്ച് ചെയ്ത് ഏകദേശം 198 പേരെ ഒന്നിച്ച് ഫ്ലൈറ്റിൽ കൊണ്ടുപോയി ഉംറയ്ക്ക് വേണ്ടിയിട്ട്. അന്ന് കഷ്ടപ്പാട് എത്രയായിരിക്കും. ആ ആളുകൾ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന സമയത്ത് പൊട്ടിക്കരഞ്ഞ രംഗം പറയുമ്പോൾ ഇന്നും കൊണ്ടുപോയിട്ടുള്ള ആളുകൾ വല്ലാതെ നൊമ്പരപ്പെടാറുണ്ട്. അതിനുശേഷം ഫ്ലൈറ്റുകാരൊരു തീരുമാനമെടുത്ത് ഇങ്ങനൊരു കൊണ്ടുപോകൽ ഇനി പറ്റൂല എന്നുള്ളത്. ആദ്യമായിട്ടാണത്രേ. ആ വീഡിയോ നിങ്ങൾക്ക് കാണാം, യൂട്യൂബ് തുറന്നാൽ ഹാൻഡിക്യാപ്ഡിൻ്റെ ഹജ്ജ് ഉംറ യാത്ര എന്ന് അടിച്ചു വയ്ക്കാൻ മതി. ഇത്രയും ആളുകളെയും കൊണ്ടുപോവാണ്. ഞാൻ പറയുന്നത് അമ്പലമാകട്ടെ പള്ളിയാകട്ടെ എവിടെയായാലും മനുഷ്യന് താങ്ങും തണലുമായി നിന്ന മനുഷ്യരുണ്ടല്ലോ, അവർ വലിയ സ്ഥാനത്തേക്ക് ഉയരും. ഈ കുട്ടികളൊക്കെയും അവരിന്ന് യുവാക്കളാണ്. അവർ വിദ്യാർത്ഥികളായ കാലത്താണ് ഇത് തുടങ്ങിയതെന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ടായി. അന്ന് വാടക കെട്ടിടത്തിൽ തുടങ്ങി, ഇന്നതാ വലിയൊരു കെട്ടിടമായി നമുക്ക് മാറി. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതേപോലൊരു ദിവസം ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് മുമ്പ്. പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡേയുടെ അന്ന് ഒരു പരിപാടിക്ക് വേണ്ടി പോവാണ്. അപ്പം രണ്ടത്താണിയുടെ ഭാഗത്ത്, ഞാൻ തിരുനാവായെന്ന പുത്തനത്താണി എത്തണം, അവിടുന്ന് രണ്ടത്താണിയുടെ ഭാഗത്ത് NH റോട്ടിൽ, NH എന്ന് പറഞ്ഞാൽ കുറച്ച് തിരക്കുണ്ടാവും, കുറേ കുട്ടികളുണ്ട് ബക്കറ്റും കൊണ്ട് നിൽക്കുന്നത്. സ്കൂൾ കുട്ടികളാണ്, അവിടുത്തെ പ്രശസ്തമായ സ്കൂളിലെ കുട്ടികളാണ്. അവരൊക്കെ അത്യാവശ്യം സാമ്പത്തികപരമായിട്ടുള്ള കുട്ടികളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി ബക്കറ്റും കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞ് നിർത്തുമെന്ന് പറഞ്ഞു. നിർത്തിയപ്പോൾ ഈ കുട്ടികൾ ഓടി വന്ന് ഞാൻ ഗ്ലാസ് താത്തിയപ്പോൾ നിങ്ങളെങ്കിലും ഒന്ന് നിർത്തിയല്ലോ എന്നാണ്. അപ്പോൾ ഒരുപാട് വണ്ടികൾ നിർത്താതെ പോവാണ്. കാരണം NH അങ്ങനെ നിർത്താനൊന്നും എല്ലാവർക്കും സാധിക്കില്ല. ഞാൻ നിർത്തിയതുകൊണ്ട് പറയല്ല കേട്ടോ, അങ്ങനെ കുറേ ആൾക്കാർ നിർത്തിയിട്ടുണ്ടാവും. ഞാൻ കണ്ടില്ല അപ്പോൾ ആരും നിർത്തുന്നത്. അപ്പോൾ നിർത്തിയപ്പോൾ നിങ്ങളെങ്കിലും നിർത്തിയല്ലോ എന്ന് പറഞ്ഞു. ആ കുട്ടികളോട് ഞാൻ ചോദിച്ചു എന്തിനാണ്. അപ്പം ആ ബക്കറ്റിൽ ഒട്ടിച്ചിട്ടുണ്ട് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡേ ആയിരുന്നു അന്ന്. തെരുവോരങ്ങളിൽ കിടന്ന് എങ്ങനെയെങ്കിലും കഴിയുന്ന മക്കളല്ല അത്, എല്ലാം വീട്ടിലുള്ള കുട്ടികളാണ്. പക്ഷേ എവിടെയോ കിടക്കുന്ന കിഡ്നി രോഗിക്ക് വേണ്ടി, എവിടെയോ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി കുട്ടികൾ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസത്തിലെങ്കിലും 10,000-കണക്കിന് രൂപകൾ ശേഖരിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മനുഷ്യന്മാരുടെ ഒരു നേരത്തെ ഡയാലിസിസിനെങ്കിലും തികയട്ടെ എന്ന മനസ്സുകൊണ്ടാണ് ആ കുട്ടികൾ ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദയ ഈ പരിപാടി നടത്തുന്നത് ഒരിക്കലും എന്തിനു വേണ്ടിയല്ല. നമ്മളറിയോ ഓരോ ആളുകളുടെയും സങ്കടങ്ങൾ. ഇതിനു വേണ്ടിയിട്ട് വളണ്ടിയേഴ്സായിട്ട് ഇറങ്ങുന്ന ആളുകൾക്ക് അതറിയും. ഒരുപാട് എനിക്കിങ്ങനത്തെ സന്നാഹങ്ങൾ അറിയാം. പക്ഷേ ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട്, ഞാൻ ദയ പൊക്കി പറയല്ല, ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് ഇത്ര വിഷനോട് കൂടിയിട്ട് ഞാൻ എവിടെയും ഈ കേരളക്കരയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല. അത് നിങ്ങളുടെ കാക്കുനിക്ക് മാത്രമുള്ള. ഒരുപാട് സ്ഥലത്ത് ഈ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരുപാട് സ്ഥലത്ത് ആളുകൾ അതിനു വേണ്ടി ഇറങ്ങാറുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരുടെ വേദനകൾ കാണുക എന്നതാണ്. നമുക്കറിയില്ല ഇതാർക്കൊക്കെ വരും, എങ്ങനെയൊക്കെ വരും. നമ്മളിതിൻ്റെ പാർട്ടാവുക എന്ന് പറഞ്ഞാൽ ആളുകളെ സഹായിച്ചു കൊണ്ടേയിരിക്കുക എന്നത് മാത്രമല്ല, ഭാവിയിൽ നമുക്ക് ആവശ്യം വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആവശ്യം വരാതിരിക്കണമെങ്കിൽ നമ്മളൊക്കെ ഒരു മതാചാരപ്രകാരം ആരാണോ മനുഷ്യരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ആ സമയത്തെല്ലാം ഞാൻ നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് അള്ളാഹുവിൻ്റെ ഒരു വചനമുണ്ട്. ആളുകളെ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം, ഞാനിവിടെ ഇപ്പോൾ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഉണ്ട്, ഈ സദസ്സിലുണ്ട്. ഞാൻ അവരെയും കൊണ്ട് ഒരു പരിപാടിക്ക് അധികമൊന്നും പോവാറില്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. ഇത്തരം പരിപാടികൾക്കൊക്കെ ഞാനൊരു ദൈവാനുഗ്രഹം കൊണ്ട് പറയാണ്, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് പറയാണ്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നിങ്ങൾ ആളുകളോട് പറയണം. അതൊരു അഹങ്കാരമല്ല. എൻ്റെ മക്കളിൽ ഒരാളും, അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു പേടിയുണ്ട്, അള്ളാഹു ഇനിയും കാക്കട്ടെ, ഒരാളും ഇന്നേ വരെ, ആദ്യത്തെ 2 മക്കൾ ഇപ്പോൾ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കാൻ തുടക്കം, മോളും തന്നെ മോളെ കൂടെ വന്നിട്ടുണ്ട്, ഒരാളും ഇന്നേ വരെ ഒരൊറ്റ ദിവസം പോലും ആശുപത്രിയിൽ കിടന്നിട്ടില്ല. എൻ്റെ മക്കളിൽ ഒരാൾ. അള്ളാഹു അത് മാറ്റാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട്, എത്രയോ കുട്ടികൾക്ക് വേണ്ടി ആശുപത്രിയിൽ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മക്കളിൽ ഒരാളും അങ്ങനെ ആയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ മിടുക്കൊണ്ടൊന്നുമല്ല, നമ്മളൊരൊറ്റ മിടുക്കൊണ്ടല്ല. ഇതിൽ അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണെന്ന് വെച്ചിട്ട് എങ്ങനെ പറഞ്ഞാൽ ഇനി അവരാവൂലേ എന്നുള്ളത്. ഇനി ആവൂലേ എന്നുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇതുവരെ ആയതിനെക്കുറിച്ച് ഞാൻ പറയാം. അത് നമ്മുടെ മിടുക്കല്ല, അള്ളാഹുവിൻ്റെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ. ഇരിക്കുന്ന ഓരോ ആളുകൾക്കും ഒരു വിശ്വാസമുണ്ട്.
ഏകം സതിപ്രാഹ ബഹുദാ വദന്തി, ഏകം സതിപ്രാഹ ബഹുദാ കൽപ്പയന്തി എന്ന്. ഏകമായിട്ടുള്ളതിനെ നമ്മൾ പലതായി കൽപ്പിക്കുന്നു, പലതായി കാണുന്നു, പലതായി വ്യാഖ്യാനിക്കുന്നു. ഏകമായൊരു ദൈവമുണ്ട്, ആ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു. ആ ഏകമായ ദൈവത്തിൽ എല്ലാവരും വിശ്വസിക്കുന്നു. അതിൻ്റെ വിശ്വാസത്തിലൊക്കെ അങ്ങോട്ട് വ്യത്യാസങ്ങളുണ്ടാകും. അതിലേക്ക് ഞാൻ പോകുന്നില്ല, ഇത് അങ്ങനത്തെ ഒരു ക്ലാസ് അല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഏകമായൊരു തമ്പുരാൻ്റെ ചില തീരുമാനങ്ങളുണ്ട്. എന്തിനാണ് നമ്മുടെ കൂട്ടത്തിൽ ഇങ്ങനെ കുറേ ആളുകളെ ദൈവം സൃഷ്ടിച്ചു വിട്ടത്? നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നമ്മളെന്ന ആളുകളുടെ കാരുണ്യത്തെ പുറത്തെടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അവരെല്ലാവരും, ഈ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പറയുന്ന ഓട്ടിസം ബാധിച്ച മക്കൾ, നിങ്ങൾ പറയുന്ന ഇത്തരത്തിലുള്ള കുട്ടികൾ, അവരെല്ലാവരും എങ്ങോട്ടാ പോവാന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ഇതൊന്ന് കേൾക്കണം. ഞാൻ പ്രസംഗിക്കുന്നതിന് നിങ്ങൾ വിട്ടേക്കും, ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം. പരപ്പനങ്ങാടിയിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ആ പരിപാടിയുടെ കൂട്ടത്തിൽ ഇതേപോലെ ഒരുപാട് ആളുകൾ ഇരിക്കുകയാണ്. പരവതാനി ഇതുപോലെയുണ്ട്. ഒരു ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി നടന്ന് വന്ന് മെല്ലെ സ്റ്റേജിലേക്ക് കയറി എന്നിട്ട് സംസാരിക്കുന്ന എൻ്റെ ഷർട്ട് പിടിച്ച് വലിക്കുകയാണ്. അപ്പോൾ ഞാൻ മോനോട് പറഞ്ഞു, മോൻ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആ കസേരയിൽ ഭയങ്കര ഉഷാറായിരുന്നു. നല്ല തടിച്ചിട്ടാണ് ആൾ, മുഖമൊക്കെ ഇങ്ങനെയാണ്. ആളങ്ങനെ അധ്യക്ഷനെ പോലെ അങ്ങോട്ട് ഇരിക്കുകയാണ്. വേറെ സ്റ്റേജിൽ ആരുമില്ല, എല്ലാവരും അതിൻ്റെ എല്ലാ പ്രവർത്തകരും ഇവിടെ ഇരിക്കുന്നത്. അപ്പം എല്ലാവരും കൂടി ചിരിച്ചു. കാരണം പരപ്പനങ്ങാടിയിലെ ആളുകളെല്ലാവരും കൊച്ചാക്കുന്ന, ഒരു പക്ഷേ കളിയാക്കുന്ന ഒരു മോനാണ് അവൻ. പക്ഷെ തീരെ ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ആളുകളൊക്കെ പാടെ ചിരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പറയല്ല നിങ്ങളോട്, എന്നാൽ ആ അവസരത്തിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? ആ മോൻ അവിടെ തന്നെ ഇരിക്കട്ടെ. അതിലിടയ്ക്ക് 2-3 ആളുകൾ വന്നിട്ട് ആ കുട്ടിനെ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചു. കാരണം അവർ പ്രവർത്തകരാണ്, അവിടുത്തെ സംഘാടകർ വന്നിട്ട് അവനെ ഇറക്കാൻ ശ്രമിച്ചു. ഞാൻ പറഞ്ഞു, ഇറക്കരുത്, അവൻ അവിടെ തന്നെ നിൽക്കട്ടെ. എൻ്റെ വിശ്വാസപ്രകാരം ഈ ഇരിക്കുന്ന 1000-2000 ആളുകൾ, ഞാൻ അന്ന് അവിടെ സംസാരിക്കുന്ന ഞാനടക്കം സ്വർഗത്തിലേക്കാണെന്ന് പറയാൻ നമുക്ക് അധികാരമില്ല, അവകാശമില്ല. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്. ഭാവിയിൽ എങ്ങോട്ടാണ് പോവുക, എല്ലാവർക്കും സ്വർഗം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ നിങ്ങളിതാ ഇവനെ നോക്കുക എന്ന് പറഞ്ഞ് ഞാൻ കുട്ടിയെ ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇവൻ സ്വർഗാവകാശിയാണ്. അഥവാ ബുദ്ധിയില്ലാത്ത കുട്ടി സ്വർഗാവകാശിയാണ്. അതുകൊണ്ട് നമ്മൾ ചിരിച്ചു തള്ളേണ്ടതല്ല. ആർക്കെങ്കിലും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സ്വർഗത്തിലേക്ക് നേരെ പോകുന്ന മക്കളെ കാണണോ? ഓട്ടിസം ബാധിച്ച, ബുദ്ധിസ്ഥിരതയില്ലാത്ത പാവം മക്കളെ നിങ്ങൾ നോക്കുക, അവർ നാളെയുടെ സ്വർഗത്തിൻ്റെ അവകാശിയാണ്. ഇത് നമ്മുടെ വിശ്വാസമാണ്. തീരെ ബുദ്ധിയില്ലാത്തവർ എത്തുന്നത്, ബുദ്ധിശൂന്യമായ ആളുകൾ എത്തുന്നത് സ്വർഗത്തിലേക്കാണ് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളത്, ഞാൻ വിശ്വാസപരമായ 2 കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ മറ്റ് സഹോദരങ്ങൾ ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് ശ്രമിക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഓരോ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും ഈ കാണുന്ന ഓരോ കുട്ടികളും നാളെ സ്വർഗത്തിൻ്റെ അവകാശികളാണ്, അധികാരികളാണ്. അവരെയാണ് നമ്മൾ നോക്കുന്നത്, ഓട്ടിസം ബാധിച്ച മക്കളെയല്ല. നമ്മൾ നോക്കുന്നത് നാളെയുടെ ലോകത്തിൽ സ്വർഗത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന കുട്ടികളെ ആണ് നമ്മൾ ഇന്ന് പരിപാലിക്കുന്നത്. നമുക്ക് പോലും ഉറപ്പില്ല നമ്മളവിടെ എത്തുമെന്ന്. അവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കുട്ടിയെ, ഇവിടെ ചിലപ്പോൾ അങ്ങനെയൊക്കെ വൈകല്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയപ്പെടുന്ന കുട്ടികളുടെ ഉമ്മമാരിയ്ക്കുന്നുണ്ടാവും, അവിടെയൊക്കെ ബാക്കിയുള്ളവർ ഇരിക്കുന്നുണ്ടാവും. നമ്മളൊക്കെ ചിലപ്പോൾ കുട്ടികളെ നോക്കിയിട്ട് ഒരുപാട് തളർന്നിട്ടുണ്ടാവും. തളരരുത്. ഞാനൊരിക്കൽ CH സെൻ്ററിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോയപ്പോൾ അവിടെ നിന്നൊരു വല്യമ്മ ഒരു പേരക്കുട്ടി എങ്ങനെ കൊണ്ടുവന്നു. ആ പേരക്കുട്ടി ഇങ്ങനെ കിടപ്പിലാണ്, ക്യാൻസർ രോഗം പിടിച്ചിട്ട് കിടപ്പിൽ, ചെറിയ കുട്ടിയാണ്. ബ്ലഡ് ക്യാൻസർ വന്നിട്ട് മരണത്തിന് മുഖാമുഖം കണ്ടുകൊണ്ട് കിടക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനൊരു ഉസ്താദാണെന്ന് ധരിച്ചിട്ട് അവർ പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊന്ന് ദ്വാരുന്ന് തരുമോ, എൻ്റെ ഈ കുട്ടിയൊന്നും മരിക്കാൻ. നിങ്ങൾ ആ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, നിങ്ങളൊന്ന് ദ്വാ ചെയ്യോ ഈ കുട്ടിയൊന്നും മരിക്കാൻ. ആ പാവം വല്യമ്മ അത്ര നോക്കി ഈ വേദനയിൽ കഴിയുന്ന കുട്ടി എങ്ങനെയെങ്കിലും ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നെങ്കിലെന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാം. അത് പറയുമ്പോൾ ആ പാവം ഉമ്മാമ്മ കരയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇത്ര വ്യസന സമേതം നമ്മൾ നമ്മുടെ ബാക്കിയുള്ളവരെ നോക്കാറുണ്ട്. മരിച്ചെങ്കിലെന്ന് ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അങ്ങനെ തോന്നാൻ പാടില്ല. കാരണം നമ്മളീ നോക്കുന്നതെല്ലാം നമുക്ക് വലിയൊരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ്. നമ്മളീ നോക്കുന്നതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ. ബുദ്ധിയുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ നമ്മളെ വല്ലാണ്ട് സ്നേഹിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. ബുദ്ധിയുള്ള കുട്ടികൾ, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, അത് വെച്ച് പറഞ്ഞോട്ടെ. ബുദ്ധിയുള്ള മക്കൾ മാക്സിമം നമുക്കൊരു 10 വയസ്സ് വരെയൊക്കെ ഉമ്മ തന്നിരിക്കും. 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവൻ ഉമ്മ തരാൻ മടിയാണ്. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉമ്മ തരാനൊന്നും കിട്ടൂല. അവൻ 20-22 വയസ്സായാൽ ആകെ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ, ചിലപ്പോൾ നമ്മൾ മരിച്ചടക്കുമ്പോൾ ആ സമയത്തേക്കായിരിക്കും നമുക്ക് അവൻ്റെ കയ്യിൽ നിന്നൊരു മുത്തം കിട്ടുക.
സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഇത്തരം കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബുദ്ധിസ്ഥിരതയില്ലാത്ത മക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കുട്ടികൾ മുത്തത്തിന് പകരം എന്താ തരാന്നറിയോ? നാവ് കൊണ്ട് നക്കും അവർ. ഞാൻ ആ വാക്ക് അങ്ങനെ തന്നെ പറയാൻ, മാതാവിനെ ഇങ്ങനെ നാവ് കൊണ്ട് നക്കും. അതവരുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. കാരണം അവർക്ക് മുത്തം തന്നാൽ തീരൂല, അവർ ഉമ്മയെ ഒന്ന് നാവ് കൊണ്ട് നക്കണം. അതവൻ്റെ സ്നേഹമാണ്, അതവളുടെ സ്നേഹമാണ്. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഈ കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ദയാ സെൻറ്റർ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, ഇന്ന് ഇവിടെ വുമൻസ് കോൺക്ലേവ് ആയതുകൊണ്ട് പറഞ്ഞോട്ടെ, നമ്മളെ സ്ത്രീകളെ മാത്രം ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള പരിപാടിയാണ്. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ആർക്കാണ് ഇത് വരിക എന്ന്. ഞാൻ അതിലേക്ക് തന്നെ പോവാണ്. ഞാനൊക്കെ ചാവക്കാട്ടേക്ക് ഒരു പരിപാടിക്ക് പോവാണ്. ആ സമയത്ത് എന്നോട് 1-2 സുഹൃത്തുക്കൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചാവക്കാട്ടേക്ക് പോകുമ്പോൾ ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ നിങ്ങൾ കയറണം, അദ്ദേഹം നിങ്ങളുടെ ഒരു പഴയ സുഹൃത്തും കൂടിയാണ്. അതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീഡിയോയിൽ പകർത്തുന്നത് കൊണ്ട് ആ സഹോദരൻ അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കാര്യം ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും പറഞ്ഞു, ഇന്ന ആളെ വീട് അവിടെയാണ്, അവിടെ നിങ്ങൾ കയറണം. ഞാനങ്ങനെ ആ വീട്ടിൽ കയറി. ആ വീട്ടിൽ പോകുമ്പോൾ കയറാൻ എനിക്ക് പറ്റില്ല, വരുമ്പോഴാണ് കയറിയെന്ന് എൻ്റെ ഓർമ്മ. കുറേ കാലങ്ങൾക്ക് മുമ്പാണ്. കയറിയ സമയത്ത് ഒരു ചെറിയ കൂര പോലെയുള്ള വീടാണ് ഈ സാധുവിൻ്റെ വീട്. എന്നിട്ട് കട്ടൻ ചായയും വായക്കട നുറുക്കൊക്കെ കൊണ്ടുവന്നിട്ട്, അങ്ങനെ ഉണ്ടല്ലോ പഴം പൊരിച്ചതൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഷെമ്മീസ് മാത്രം ഇട്ടിട്ടൊരു കുട്ടി ഇങ്ങോട്ട് വന്ന്, ഒരു 7-8 വയസ്സുണ്ടാവും. ഒരു ഷെമ്മി മാത്രം ഇട്ടിട്ടുള്ളൂ, നല്ലോണം ഡ്രസ്സൊന്നും ഇടാൻ ആ കുട്ടിക്ക് ചിലപ്പോൾ ഉണ്ടായിക്കൂല. ഏതായാലും അത് മാത്രം ഇട്ടിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വന്നു. ദരിദ്രമായൊരു വീട്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ മടിയിലേക്കാണ്ട് കയറിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ ആ കുട്ടി ഇങ്ങനെ നെഞ്ചത്തുണ്ട് ചേർത്തിട്ട് ഒറ്റ കരച്ചിലാണ് ഈ സഹോദരൻ. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ എനിക്ക് മരിക്കാൻ പേടില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? അദ്ദേഹം പറഞ്ഞില്ല നിങ്ങളോട്, 2 കിഡ്നിയും പോയിരിക്കുകയാണ്, 2 കിഡ്നിയും ഫെയിലറാണ്. ഡയാലിസിസ് നടക്കുന്നുണ്ടെങ്കിലും ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, കിഡ്നി മാറ്റിവെക്കാൻ കഴിയില്ല, ആക്സെപ്റ്റ് ചെയ്യില്ല. ഇനി കൊടുക്കാനാണെങ്കിൽ 10-35 ലക്ഷം രൂപ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം ഇങ്ങനെ കുട്ടിയെ പിടിച്ചിട്ട് പറഞ്ഞ വാക്കിതാണ്, എനിക്ക് മരിക്കാൻ പേടിയില്ല സാർ, പക്ഷെ ഇവരൊക്കെ ആലോചിക്കുമ്പോഴാണ്, പറഞ്ഞ് പൂർത്തിയാക്കാൻ ആ സാധുവിന് പറ്റിയില്ല, ഇവരൊക്കെ ആലോചിക്കുമ്പോഴാണ് അവർക്ക് ഡയാലിസിസ് സെൻ്ററാണ് വേണ്ടത്.